അമ്മ മുൻകോവിയാ മനസ്സിലായോ? അമ്മ മക്കളെ ചീത്ത അറിയില്ല. അതിന് മക്കളെ തെറ്റിപ്പോക്ക, സങ്കടത്തോടെ പോക്ക. എന്റെ മക്കൾക്ക് ഞാനുണ്ടല്ലോ കൂടെ. പിതൃക്കളെ മനസ്സിന് ദാനിച്ച് ഒരു പൂനീരും കൊടുക്കണം. മരണപ്പെട്ടവരുണ്ട് ഇവിടെ, അവർക്ക് പൂനീരും കൊടുത്തിട്ടില്ല. എന്ത് കാര്യം തുടങ്ങുമ്പോഴും മക്കൾക്കുള്ള അച്ഛനും അമ്മ തരുന്നില്ലേ? അപ്പൊ എന്താ മക്കളെ ഒരു പൂനീരും കൊടുത്തൂടെ? ബലികർമ്മങ്ങൾ പൂർണ്ണമല്ലോ ആണോ? എന്തുകൊണ്ട് പോയി ചെയ്തു വന്ന് ഒരു നല്ല നാൾ നോക്കി ചെയ്യണം, പെട്ടെന്ന് ചെയ്യണം. എന്റെ മക്കൾ കരകയറിയായി. ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു സന്തോഷം വരാൻ പോലെ അതുപോലെ ഒരു മനസ്സോടെ നിൽക്കണം. പലതും വരും. ഭഗവാൻ നമുക്ക് രണ്ട് കണ്ണ് തന്നിട്ടില്ലേ? ചിലത് കാണും, ചിലത് കേൾക്കും, ചിലത് വിട്ടു കളഞ്ഞാൽ മതി. സങ്കടങ്ങൾ തീരും. വിട്ടു നിൽക്കുന്നവരൊക്കെ കൂടെ വരും, ചാർത്തിത്തരും. പോരെ, ഐശ്വര്യം തന്നാ പോരെ? ഇത് സന്തോഷത്തോടെ തരല്ലേ? ഇതിന്റെ അരിച്ചിന് തീരുമ്പോഴേക്കും മംഗല്യം ഉറപ്പിച്ചു പോരെ? ഒരു സങ്കടം ബാക്കിയുണ്ട്. പല സ്ഥലത്തും പോണുണ്ടല്ലോ. കളി വേണ്ട അമ്മേനോട്. പല സ്ഥലത്തും മകളെക്കായിട്ടും മകളായിട്ടും കളം മാറി ചവിട്ടുന്നുണ്ട് അല്ലേ? എന്തിനാണ് മക്കളെ? ഇവിടെ വിളിച്ചാ പോരെ? നിങ്ങൾക്ക് വേണ്ടതല്ല ഈ കുഞ്ഞിന്റെ വേലുണ്ടല്ലോ. പിന്നെന്തിനാ നിങ്ങൾ മറ്റൊരു സ്ഥലം തെരഞ്ഞു പോകുന്നത്? പോകാം. എന്റെ അനിയത്തികളാണ് അപ്പുറത്തൊക്കെ ഇരിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾ പോയിക്കോ. പക്ഷെ ഇവിടെ വിട്ടിട്ട് അവിടെയും പോണ്ട. ഇവിടെ പൂർണ്ണമാവട്ടെ. എന്നിട്ട് ഇവിടുന്ന് വിജയമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോ. മനസ്സിലായോ? 12ാം കുരിശ് അത് തരിക. ആഘോഷങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ കുരിശ് എനിക്ക് തരണം. മനസ്സിലായോ? അതിന് പൂർണ്ണമാവും പോരെ? മറ്റു പോക്കൊക്കെ നിർത്തണം. വീട്ടിനകത്ത് പല സ്ഥലത്തുനിന്ന് സാധനം ഇരിക്കുന്നുണ്ട്. മനസ്സിലാവുണ്ടോ? പല അമ്പലങ്ങളിലെ സാധനം വീടിൻ്റെ അകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. എടുത്ത് ദൂരെ കളയണം. കാണിച്ചു തരും കേട്ടോ. ഒഴുക്കുവെള്ളത്തിൽ വിടുകയല്ലേ, കത്തിച്ച് കളയാം. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. എന്നെ മറന്നു പോയൊരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആ ആളിവിടെ കൊണ്ടുവന്നു. അമ്മേന്റെ മകനോട് തെറ്റിപ്പോയതാ. പക്ഷെ മകൻ നിരപരാധിയാ. ആ ആളിവിടെ വന്നു. കൊണ്ടുവരാൻ കഴിയുമോ? അതൊന്നുമല്ല. അമ്മേനെ വേണ്ട എന്നിട്ട് പോയി. പിന്നെയും വന്നിട്ടുണ്ട്. കന്നകയായി വന്നിട്ടുണ്ട്, അമ്മയായി വന്നിട്ടുണ്ട്. ഫലങ്ങൾ കൊടുക്കണം. ആള് വന്നിട്ടുണ്ട്. അലങ്കാരം ചെയ്യാൻ പറഞ്ഞു. ഉത്തമമായി കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അമ്മയെ ക്ഷണിക്കണമെന്ന് പറഞ്ഞു അല്ലേ? പല നാവുകളും വേണ്ടാട്ടാടുമ്പോ ആള് നല്ലാട്ട ആടിയിട്ടുണ്ട്. വരാൻ പറ്റുമോ? വരും. അമ്മയുടെ മുമ്പിലെത്തും. മനസ്സിലായോ? സങ്കടങ്ങൾ തീർത്തു വരാം. മനസ്സിലായോ? മക്കളെ മീൻകുളത്തിലുള്ളതായിരിക്കും. മീൻകുളത്തെ അമ്മയ്ക്ക് കരയരുത്. വിളിച്ചോടത്തൊക്കെ വന്നിട്ടുണ്ട്. എന്റെ 2 മക്കളെ സങ്കടം. ഈ അമ്മ ഇവിടെ വെച്ച് ഈ സമയം മുതൽ ഇവിടെ ആയിട്ടിരിക്കാം. ഇവിടെ പോരാ മതിയോ?
ഒരു കുരിശി കൊടുക്കണം. പല്ലച്ചന മീൻ കുളത്തുള്ള മഞ്ഞ കുരിശി തിങ്കളാഴ്ച കൊടുക്കണം. കൊടുക്കോ? ഈ വരുന്ന തിങ്കളാഴ്ച പല്ലച്ചൻ അമ്മയ്ക്കൊരു കുരിശി കൊടുക്കണം. നീ തന്ന വരികളിൽ 9 എണ്ണം പോരാ? മതിയോ? മതിയോ? മകള് തന്ന വരികളിൽ 9 എണ്ണം പോവും. അത്രേ പറയൂ. ചിലത് പറയും, ചിലത് പറയില്ല. തിങ്കളാഴ്ച പല്ലച്ചന മീൻകുളത്തി അമ്മയ്ക്ക് ഇരിപ്പടം മാറ്. പ്രേമേ, അതൊരു കടലാസിൽ എഴുതി പ്രേമേ. ബോള് കുരിശ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഏട്ടൻ്റെ ഫയലുണ്ടായില്ല, ആ ബാഗിലുണ്ട്, എടുത്തിട്ട് പാനിയും ഉണ്ട് എടുത്തോ. കാര്യങ്ങൾ ഈ വരുന്ന ശനി തീരുന്നതോടുകൂടെ പ്രേമ ഒന്ന് എൻ്റെ അടുത്തേക്ക് വാ. ഒന്നും ഇങ്ങോട്ട് എൻ്റെ അടുത്ത് വാ. എല്ലാവരും മുന്നിൽ ഒന്ന് വലുതായിട്ട് ഇവിടെ കുരിശുവെള്ളം അത് കൊടുക്കല്ല കേട്ടോ. ഇതിലുണ്ടോ? ഞാൻ നോക്കിക്കോളൂ. അമ്മയ്ക്കൊരു നീരാക്കം, കറുത്ത നീരാക്കം. തീരണ്ടേ? കറുപ്പ് തീരണ്ടേ? ഞാൻ തീർത്ത് തരും കേട്ടോ. കണ്ടോ? എന്റെ മകള് കണ്ടോ? മകൾക്ക് തിളച്ചതുപോലെ രാശിയാണ്. പോരെ പോരെ? ഇനി എന്താ വേണ്ട എന്റെ കുട്ടിക്ക്? ഇരുത്തേ, എന്റെ കുട്ടിക്കുള്ള പൂരിത്തേ. കാര്യം നടക്കുമ്പോ ഇത് ഭഗവാന്റെ മാല ഇറങ്ങുമ്പോഴേക്കും കാര്യം നടത്തില്ല. ഇത് കൊണ്ടുപോയി കൊടുക്കണം. ഒന്ന്. രണ്ടാമത്, തിങ്കളാഴ്ച കുരിശി നടത്തുമ്പോ ഭഗവാന്റെ കരിമ്പ്രസാദം ഉണ്ടാവും. കേട്ടോ? നോക്കാം വീഴുമെന്ന്. പോരാ? ഞാനിവിടെ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് എവിടെയും പോവില്ല. ഇവര് ഓടിച്ചാലും അമ്മയുടെ ശക്തി ഇവിടെ തന്നെ ഉണ്ടാവും. മതിയല്ലോ? പോരാ? അഗ്നി വേതാളല്ലോ. കുളിച്ചോട്ടെ? കുളിച്ചു കൊടുത്താ പോരെ? നല്ല ഉത്തമം. അഗ്നി മാറ്റുക, ശുദ്ധി വരുത്തുക. അഗ്നി 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 നല്ലതേ വരും. കൂടെ ഉണ്ടാവും. ഞാൻ കൂടെ ഉണ്ട്. കൊടുത്ത മോള് മനസ്സ് പറഞ്ഞ അമ്മയ്ക്കൊരു കുരിശി പന്നസനെയാണ്. തിങ്കളാഴ്ച കേട്ടോ? തിങ്കളാഴ്ച ദിവസം ഉയർച്ചയുടെ പത അടച്ച പതിവ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഒന്ന ഭവനല്ലേ തിരിച്ചു വരാം കേട്ടോ? ആ താലി ഊട്ടി ഉറപ്പിച്ചെന്നാ പോരെ? കാര്യങ്ങളൊക്കെ നടക്കണ്ടോ? നടത്തി തന്നാ പോരെ? ഒന്ന് കണ്ണീര് തോർത്തില്ലേ? അപ്പോഴേക്കും വീണ്ടും ആയില്ല. ഞാൻ മാറ്റി തന്നാ പോരെ? കുരിശി വെള്ളം കൊണ്ടുപോകണം കേട്ടോ? ആളെത്തി മോനെ. എന്റെ അമ്മ കൊണ്ടുവന്നു എന്റെ മോനെ. എന്റെ മോനെ എന്റെ അടുത്ത് എത്തിച്ച് പോരെ? എന്റെ മോന് സങ്കടങ്ങളാണ്. എന്തിന്? അമ്മേനോട് സങ്കടം എന്തിനാ മോനെ? അമ്മല്ലേ കൂടെ? നീ അമ്മേന്റെ മകനാണോ പോരാത്തത്? ആണോ? എന്താണാവോ തെറ്റായി കണ്ടത്? പറയണം, തുറന്നു പറയണം. നല്ലതേ ചൊല്ലിയിട്ടുള്ളൂ അല്ലേ? അമ്മയ്ക്കും മകനക്കും നല്ലതേ ചൊല്ലിയിട്ടുള്ളൂ. എന്റെ മകനൊക്കെ ഇനി അമ്മ ഉണ്ടാവും. അന്ന് മകനൊന്ന് ശ്രമിച്ചു നോക്കും കേട്ടോ? പോരെ? ഒരു അരുൾപ്പാട്
ഈ ഉത്സവത്തിന് മുമ്പ് അത് നടന്നാൽ ഇതെല്ലാം തിരിച്ചെടുക്കും. എൻ്റെ അമ്മയുടെ കാലിച്ചോട്ട് കൊടുക്കണം. എൻ്റെ മകൻ കൂടെ നിൽക്കണം. മുന്നിൽ അറിവില്ലാത്ത മക്കളാണ് ഇവിടെ. അവർക്ക് അറിവ് കൊടുത്ത് നല്ലതുപോലെ ഈ അമ്മയുടെ 2 നീരും കൂടി തന്നാൽ ഇവിടെ പൂർണ്ണം, ഇവിടെ തീരുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മാസത്തിലൊരു പൂജ മതി. കുഞ്ഞു അവിടെ പോയിക്കോ, അവിടെ പോയി കറക്റ്റ് കിട്ടുമ്പോ മുഖം നോക്കി എടുക്കുമ്പോ അവിടെ പോ. മകന്റെ കുറിച്ച്
മകന്റെ കുരിശിന്റെ കൂടുതൽ ഒരു ചെറിയ അന്നദാനം അമ്മയ്ക്ക് കൊടുക്കും. ആള് വരും, ഉത്സവങ്ങളെ ശരിയുള്ളൂ. ഇപ്പൊ ശനിയല്ലേ, ഭഗവാൻ അയ്യപ്പൻ ശനിയല്ലേ, എടുത്തിട്ട് വരാം കേട്ടോ.